കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വിവിധ ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ക്രിസ്മസ്, സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഈ റെസ്ട്രിക്ഷൻസിൻ്റെ നടുവിലും ഇത്രയും പേർക്ക് അതിരാവിലെയുള്ള ഈ സർവീസിൽ വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ഏവൻഗേലിയോനായിട്ട് വായിച്ചത്. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 14. അതിൽ 10ഉം 11ഉം വാക്യങ്ങൾ ആധാരമാക്കി ചില ധ്യാനങ്ങൾ പങ്കുവയ്ക്കാനാണ് താല്പര്യപ്പെടുന്നത്. വേഴ്സസ് 10 and 11. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കും. ഇന്നെന്ന പോലെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ബേത്ലഹീം ഗോശാലയിൽ ജാതം ചെയ്ത കർത്താവേ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സ്വർഗത്തിൻ്റെ ഉന്നതികൾ വെടിഞ്ഞ് താണിറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ പാടുകളേറ്റ കർത്താവേ, നിന്റെ ജനനത്തെ ഒരു പ്രാവശ്യം കൂടെ കൊണ്ടാടുമ്പോൾ നിന്റെ വരവിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും സഹായിക്കണം. തിരുവചന ധ്യാനത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു. ബലഹീനനായ അടിയനെയും വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരികയും ചെയ്യണമെന്ന് യേശുവിൻ മൂലം പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. God waits to speak to you at Christmas time. God waits to speak to you at Christmas time. ദൈവം ക്രിസ്മസ് കാലത്ത് നിങ്ങളോട് സംസാരിക്കാനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതാണ് നമ്മുടെ ഈ രാവിലെയുള്ള ധ്യാനം. If we ever needed to hear from God, it is now. ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കാൻ നാം എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ആ സമയം ഇപ്പോഴാണ്. The good news is that God still speaks to his people in different ways. This is very evident in the Christmas story. ദൈവം മനുഷ്യനോട് എല്ലായ്പ്പോഴും സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുള്ള ഇടമാണ് ക്രിസ്മസ് സംഭവം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. I would like to share 3 ways in which God spoke in the Christmas story and its relevance for us today. ദൈവം സംസാരിച്ച 3 വിധങ്ങൾ ക്രിസ്മസ് കാലത്ത്, അതേക്കുറിച്ച് പറഞ്ഞ് അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്ന് ഓർപ്പിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. The first point I would like to make this morning is God spoke in the daily routine. ദൈവം മനുഷ്യന്റെ ദൈനംദിന ചര്യകളിൽ, ദിനചര്യകളിലൂടെ സംസാരിക്കുന്ന ദൈവമാണ്. God spoke in the daily routine. Verse 10. Do not fear, I bring you good news. Today a Savior is born to you. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ആയി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കും. In Luke chapter 2 verses 10 to 14, an angel of the Lord
appeared to a group of shepherds who were in their daily workplace at night time. ഒരു കൂട്ടം ഇടയന്മാർ അവരുടെ ദിനചര്യകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, അവരുടെ ദിനംതോറുമുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. He gave them a message that would change the course of history forever. അവരോട് ദൂതൻ പറഞ്ഞ ദൂത് ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശമാണ്. As the angel spoke about the birth of Christ Jesus, the Messiah, a great heavenly choir began a song of praise and the sky shone with the glory of God. ദൂതൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്വർഗീയ സൈന്യം അവരോട് കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Just imagine the disappointment if one of the shepherds had not turned up for work that day. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അന്ന് ജോലിക്ക് വരാഞ്ഞ ഇടയന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഒരു നിരാശ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവര് വരാഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവദൂതൻ പ്രത്യക്ഷനായി ദൂത സംഘം അവരോട് ചേർന്ന് പാടി അരുളപ്പാട് അറിയിക്കുക. Similarly, God still speaks to his people, and often, like with the shepherds, he speaks in our daily routine. ഈ ഇടയന്മാരോട് ദൈവദൂതൻ അരുളപ്പാട് അറിയിച്ചതുപോലെ ദൈവം ദൂതനിലൂടെ ഈ ഇടയന്മാരോട് സംസാരിച്ചതുപോലെ ദൈവം ഇന്ന് സംസാരിക്കുകയാണ്. ഈ പള്ളിയിലിരിക്കുന്ന 40 ആളുകളോടും ഭവനങ്ങളിൽ ഇരുന്ന ഈ വചനം ശ്രവിക്കുന്നവരോടും ദൈവം ഇപ്പോൾ സംസാരിക്കുകയാണ്. Too many times we expect God to speak only at conferences, only at conventions, only at seminars and church services. He certainly does speak in these gatherings, no doubt about that. But can we believe for God to also speak to us in our daily routine? സെമിനാറുകളിലൂടെ, കൺവെൻഷൻ യോഗങ്ങളിലൂടെ, കുർബാനകളിലൂടെ മാത്രമാണ് ദൈവം സംസാരിക്കുന്നതെന്നാണ് നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത. ദാറ്റ് ഈസ് അവർ കോമൺ നോഷൻ. എന്നാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ദൈവം നമ്മളോട് നാം ഏർപ്പെടുന്ന ദിനചര്യകളിലൂടെ സംസാരിക്കുന്ന ദൈവമാണ്. He spoke to Moses while keeping sheep. ആടുകളെ മേയിക്കുമ്പോഴാണ് ദൈവം മോശയോട് സംസാരിച്ചത്. To Gideon while threshing. കറ്റ മെതിക്കുമ്പോഴാണ് ഗിദെയോനോട് സംസാരിച്ചത്. Judges 6:11. And to Elisha while plowing. നിലമുഴുമ്പോഴാണ് എലീശയോട് ദൈവം സംസാരിച്ചത്. So he can speak to you too near a cooker, a computer, a mop, a canvas, a keyboard, a microphone, an exercise machine, or in any other place. അതുകൊണ്ട് ദൈവം മോശയോട് ആടിനെ മേയിക്കുമ്പോൾ സംസാരിച്ചെങ്കിൽ, എലീശയോട് നിലമുഴുമ്പോൾ സംസാരിച്ചെങ്കിൽ, മെതിക്കുമ്പോൾ ഗിദെയോനോട് സംസാരിച്ചെങ്കിൽ, നമ്മളുടെ അടുക്കളയിൽ കുക്കറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, വെജിറ്റബിൾസ് നമ്മൾ അരിയുമ്പോൾ, ചോറ് വയ്ക്കുമ്പോൾ, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോൾ, ഒരു മൈക്രോഫോണിന്റെ അടുത്ത് നിൽക്കുമ്പോൾ, ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ, God can speak to you. God waits
to speak to you too, and He often does it in the midst of our daily activity. The question is, are we listening? ദൈവം നമ്മോട് നിരന്തരം നിത്യം സംസാരിക്കുക. നാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് സംസാരിക്കാനായിട്ട് സാധിക്കും. ചോദ്യം ഇതാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഡു വി ലിസൺ ടു ഹിസ് വോയിസ്? മോസസ് were able to listen. Gideon was able to listen. Elisha was able to listen. Samuel was able to listen. Are we listening? This Christmas, expect God to speak to you through unexpected situations, in unexpected places, and at unexpected times. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ നീ എന്നോട് സംസാരിക്കണം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നീ എന്നോട് സംസാരിക്കണം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ എന്നോട് സംസാരിക്കണം. God speaks to us through unexpected situations, in unexpected places, and at unexpected times. പലപ്പോഴും ദൈവം സംസാരിക്കുന്നത് അങ്ങനെയാണ്. സാധാരണയായി ഞാൻ ഈ ഓൾട്ടറിൽ ഒരു പേനയും പേപ്പറും വയ്ക്കാറുണ്ട്. അതിവിടെ അല്ല, എല്ലായിടത്തും വയ്ക്കാറുണ്ട്. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇന്നവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ഞാൻ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നതാണ്. ഞാൻ ഷോർട്ട് ഹാൻഡിൽ അത് അവിടെ കുറിച്ച് വയ്ക്കും, പിന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഓർക്കുന്ന ഒരു പള്ളിയിൽ ഞാൻ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ക്രൈസിസ്, എനിക്ക് മുമ്പേ ഉള്ള ഒരു ക്രൈസിസാണ്. അപ്പോൾ സഡൻലി 13 members from the church development committee, they resigned and they all came to meet me at the church. എന്നെ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. അപ്പോൾ ഞാനൊരു 5 years എക്സ്പീരിയൻസേ ഉള്ളൂ എനിക്ക്, ലോങ് ബാക്ക്. എനിക്കൊരു ചെറിയ പ്രയാസം, എങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ ദം. പ്രാർത്ഥിച്ചു. അവർ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുളിച്ച് തയ്യാറായി താഴെ പള്ളിയിലോട്ട് പോകാൻ ഞാൻ വാഷ്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്തപ്പോൾ ദൈവം ഒരു വാക്യം എൻ്റെ തലയിൽ ഓർപ്പിച്ചു. ആ നനഞ്ഞ ശരീരത്തോടെ ഞാൻ പുറത്തിറങ്ങി. ആ മേശപ്പുറത്ത് ഞാൻ ആ വാക്യത്തിൻ്റെ ഒരു അക്ഷരം, ഒരു വാക്ക് കുറിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ച് പുറത്തു വന്ന് ആ വാക്യത്തെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ ഞാൻ എഴുതി. അപ്പോൾ ഇവർ അവിടുത്തെ ഏറ്റവും പ്രമാണികളായ ആളുകളാണ്. എല്ലാവരും കൂടെ വന്നു എന്നെ ഇങ്ങനെ പ്രഷറിലാക്കാൻ വേണ്ടിയാണ് ഈ രാജി. വാക്യം ഇതായിരുന്നു: യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ദൈവം എനിക്ക് തന്ന ഒരു ആലോചനയാണ്. നിങ്ങൾ 13 പേര് ഈ റെസിഗ്നേഷനിൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തിൻ്റെ ഒരു ആലോചന അനുസരിച്ചാണോ നിങ്ങൾ ഈ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത്? നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെ പിന്നിലും ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും ഒരു ഗ്യാപ്പ്, ഒരു ഇടവേള ഉണ്ടാകണം. അങ്ങനെ 2-3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ടു മേക്ക് ദ സ്റ്റോറി ഷോർട്ട്, എൻ്റെ മിടുക്കൊന്നുമല്ല,
അതിൽ പ്രമുഖനായ അങ്കിള് എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ ആ കടലാസ് ഇങ്ങ് തന്നേര്. വി ആർ നോട്ട് പ്രസ്സിങ് ഇറ്റ്. ദൈവം എപ്പോഴാ? കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കും, വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കും. നമ്മുടെ തന്നെ ഹെൽപ്പ് ഹെയർ ഫ്ലൈ. ഒരു ദിവസം ഞാനിങ്ങനെ ആ സംഭവം ഉണ്ടായതിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചാണ്. പ്രൊട്ടസ്റ്റ് നടത്തി പത്രത്തിൽ വാർത്ത വരുത്തുന്നതിനേക്കാൾ ഫേസ്ബുക്കിൽ ആ കുഞ്ഞിൻ്റെ പടം നമ്മുടെ DP ആയിട്ട് ഇടുന്നതിനേക്കാളൊക്കെ നല്ലത്, ഇൻ പ്രൊട്ടസ്റ്റ് ഓഫ് ദിസ് ഹീനസ് ആക്ട് ലെറ്റ് us help few girl children. നിങ്ങൾ തന്നെയാണ് 25 കുഞ്ഞുങ്ങളെ ഒരു വർഷം പഠിപ്പിക്കാനുള്ള പണം തന്നത്. അതുകൊണ്ട് വി ഡു നോട്ട് നോ ദൈവം എപ്പോഴാണ് നമ്മളോട് സംസാരിക്കും. ഒറ്റ കാര്യമുള്ളൂ, ആർ വി ലിസണിങ്? ശ്രദ്ധിക്കാനുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ ലെറ്റ് മീ കൺക്ലൂഡ് മൈ ഫസ്റ്റ് പോയിന്റ് ഹിയർ. God spoke in the daily routine and he still speak to us through our daily activities. രണ്ട്, he spoke prophetically. ദൈവം ഒരു പ്രവചനമായിട്ട് സംസാരിച്ചു ക്രിസ്മസ് കാലത്ത്. Jesus' birth was foretold as a prophecy. യേശുവിൻ്റെ ജനനം ഒരു പ്രവചനമായി പറഞ്ഞു എന്നാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ലൂക്ക് 1:43. But why am I so favored that the mother of my Lord should come to me? എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടുന്ന് ഉണ്ടായി? Although Mary had believed and accepted the message of the angel Gabriel regarding Jesus' birth, she may have still been perplexed as to how the message would come reality. She probably needed some assurance and she went to the right person, Elizabeth, who was a godly relative. Elizabeth's response to the visit was exactly what Mary needed. ദൂതന്റെ അറിയിപ്പ് കേട്ട് വിവശയായി പോയ മറിയ ഒരു ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. തൻ്റെ ബന്ധു കൂടിയായ എലിസബത്തിൻ്റെ അടുക്കലേക്ക് ആശ്വാസത്തിനായി പോകുമ്പോൾ എലിസബത്ത് മറിയയെ ആശ്വസിപ്പിച്ച് പറയുന്ന വാക്കാണ് നമ്മൾ 43-ാം വാക്യത്തിൽ കണ്ടത്. As Mary and Elizabeth met, two prophetic happenings took place. മറിയയും എലിസബത്തും കണ്ടുമുട്ടിയപ്പോൾ രണ്ട് പ്രവചന നിവർത്തി അവിടെ നടക്കുകയാണ്. The first was that the baby in Elizabeth's womb did a leap of joy even as Elizabeth was filled with the message to Mary, filled with Holy Spirit. മറിയയുടെ വന്ദനം കേട്ടപ്പോൾ പിള്ള ഉള്ളത്തിൽ തുള്ളി. അതൊരു പ്രൊഫറ്റിക് ഹാപ്പനിങ് ആണ്, പ്രവചനമാണ്. The second was that she prophesied over Mary, confirming the angel's message to Mary. രണ്ടാമതായിട്ട് മറിയയോട് ദൂതൻ പറഞ്ഞ അരുളപ്പാടിനെ ഉറപ്പിക്കുന്ന ഒരു വാക്ക് എലിസബത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? She said, "Blessed is the child you will bear." നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. Verse 39-45, Luke chapter 1.
These were powerful prophetic utterances. ഇത് രണ്ടും ശക്തിയുള്ള പ്രവചനങ്ങളായിട്ടാണ് അവിടെ പറയുന്നത്. As someone rightly said, how many unknown prophecies may be happening right now in seemingly insignificant places. എലിസബത്തിന്റെ വീട് പള്ളിയൊന്നുമല്ല. എലിസബത്തും മറിയയും കൂടി കണ്ടത് ദൈവാലയത്തിൽ വെച്ചല്ല, പുണ്യസ്ഥലത്ത് വെച്ചൊന്നുമല്ല. പക്ഷേ ശക്തിയുള്ള പ്രവചനങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. As we approach Christmas, as we celebrate one more Christmas today, with another unknown, possibly difficult new year looming ahead, maybe you are in need of some prophetic assurance this morning. നമുക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കും ചില പ്രവചനങ്ങൾ ഈ രാവിലെ ആവശ്യമുണ്ട്. ചില പ്രവാചക ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ ആവശ്യമുണ്ട് ഈ രാവിലെ. Maybe you are expectantly waiting for the Lord to speak to you. God does speak today. And He can speak prophetically through the scriptures, through a mentor, through a song, and maybe even through this sermon I preach now. അതുകൊണ്ട് ചില പ്രവചനങ്ങൾ ആശ്വാസമായി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ രാവിലെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഈ പ്രസംഗത്തിലൂടെ ആവാം ആ ഉറപ്പ് ലഭിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളിവിടെ ശാന്തമായി ഇരിക്കുമ്പോഴാവാം, ഏവൻഗേലിയോൻ വായിക്കുമ്പോഴാകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാകാം, താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാകാം. Are you ready to receive God's prophetic words during this sermon, during this season? Will you be sensitive to the voice of God? ദൈവത്തിൻ്റെ ശബ്ദത്തോട് സെൻസിറ്റീവായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും. Let's also not forget that the word of God still remains the most reliable prophetic voices in our unstable world. Mary and Elizabeth both were perplexed. രണ്ടുപേരും വല്ലാതെ ആടി ഉലഞ്ഞു നിൽക്കുന്ന സമയത്താണ് പ്രവചനം അവരിലൂടെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, we are very much perplexed today. എന്തെങ്കിലും ഹോപ്പുണ്ടോ? എല്ലാം ബ്ലീക്കായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ദൈവത്തിന് ഏത് പെർപ്ലക്സിറ്റിയുടെ നടുവിലും നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. God has a word for you even in your most difficult situations. God has a word for you even in the midst of corona attack. നിങ്ങളുടെ ബിസിനസ് തകരുമ്പോൾ, ജോലികൾ നഷ്ടപ്പെടുമ്പോൾ, സാലറി കട്ടുണ്ടാകുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാൻ ഒരു പ്രവാചക ശബ്ദമുണ്ട്. അതാണ് രണ്ടാമത്തെ ചിന്ത. Are you ready to receive
God's prophetic word during this season. Finally, he spoke through dreams. ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചു, ഇന്നും സംസാരിക്കും. Having been warned in a dream, Joseph withdrew to the district of Galilee. Matthew 2:22. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവൻ ഗലീലയിലേക്ക് ഓടിപ്പോയി. ആര്? ജോസഫ്. God speaking through dreams was very much a part of Christmas story and the events that followed. ക്രിസ്മസ് സംഭവത്തിലെ പല സന്ദർഭങ്ങളിലും ദൈവം സംസാരിച്ചത് സ്വപ്നങ്ങളിലൂടെയാണ്. He spoke in such a fashion to bring assurance to Joseph. Matthew 1:20. To build faith in Mary. Luke 1:37. To provide guidance to the Magi. Matthew 2:12. മറിയയ്ക്ക്, ജോസഫിന്, വിദ്വാൻമാർക്ക് ദൈവം സ്വപ്നത്തിലാണ് അരുളപ്പാടുകൾ നൽകി സംസാരിച്ചത്. We also see that Joseph was guided to Egypt for safety through a dream. സുരക്ഷിതത്വത്തിനു വേണ്ടി ഓടിപ്പോകുവാൻ ദൈവം ജോസഫിനോട് പറഞ്ഞത് ഒരു സ്വപ്നത്തിലൂടെയാണ്. And then guided back to Israel after Herod's death through a dream. ഹെരോദാവിന്റെ മരണശേഷം യെരുശലേമിലേക്ക് മടങ്ങി വരാൻ ജോസഫിനോട് പറഞ്ഞതും ഒരു സ്വപ്നത്തിലൂടെയാണ്. These dreams were also fulfilling prophecies regarding Messiah. ഈ പ്രവചനങ്ങൾ, ഈ സ്വപ്നങ്ങളൊക്കെ മശിഹായെക്കുറിച്ചുള്ള പ്രവചന നിവർത്തിയായിരുന്നു. Besides the Christmas story, the scriptures also show many instances where God spoke in dreams and visions to his servants, and even at times to ungodly rulers. Similarly, God still speaks through dreams and visions to those who seek him. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ, ഈ ക്രിസ്മസ് കാലത്ത് തന്നെ അന്വേഷിക്കുന്നവരോട് അവൻ സ്വപ്നത്തിലൂടെ സംസാരിക്കുന്ന ദൈവമാണ്. God still speaks through dreams and visions to those who seek him. Will that be you this Christmas? Will that be you this Christmas? ഈ ക്രിസ്മസിൽ ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുന്ന ഒരാൾ നീ ആകുമോ? ചില ആളുകളൊക്കെ നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ട്, നല്ല തണുപ്പുണ്ട് രാവിലെ. നിങ്ങളുടെ ഉറക്കത്തിൽ ദൈവം സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവം സംസാരിക്കുന്ന ഒരാളാകുമോ നീ? ദൈവം സംസാരിക്കുന്ന ഒരാളാകുമോ ഞാൻ? He can give you a dream of assurance. ഞാൻ ജോസഫിനെ കുറിച്ച് പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് വെറും കൂർക്കം വലിച്ചുള്ള ഉറക്കമല്ല. This is a constant conversation with God. He can give you a dream to enhance your faith or a dream of guidance. ഈ രാവിലെ ഒരു ഗൈഡൻസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ആലോചന ആഗ്രഹിക്കുന്നവരുണ്ടോ? യെസ്, he can guide you through a dream. വിശ്വാസത്തിൽ കുറവ് വന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, he can enhance your faith through a dream.
നിന്നെ ഒരു സ്വപ്നത്തിലൂടെ വിശ്വാസത്തെ വളർത്താൻ ദൈവത്തിന് സാധിക്കും. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗോഡ് സ്പീക്സ് ത്രൂ ഡെയിലി റുട്ടീൻ. God speaks through prophetically. God speaks through dreams. In closing, as I mentioned in this sermon, God spoke in the following ways in the Christmas story, and still He speaks. Through our daily routine, through prophetic, through dreams. May God speak clearly to you as well this Christmas. God bless you. പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരുമിച്ച് തന്ന ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിന്റെ തിരുജനനത്തെ കൊണ്ടാടുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. നീ ഞങ്ങളോട് ഞങ്ങളുടെ ദൈനംദിന അനുഭവങ്ങളിലൂടെ, റുട്ടീനുകളിലൂടെ ഇടപെടുന്ന ദൈവം. ഞങ്ങൾ പെർപ്ലക്സ്ഡ് ആവുമ്പോൾ, ഞങ്ങൾ പതറിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രൊഫറ്റിക് വോയിസ് തരുന്ന ദൈവം. പ്രവാചക ശബ്ദത്തിലൂടെ, പ്രവചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവം. ഞങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവം. ദൈവമേ, ഈ ക്രിസ്മസ് കാലം നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അതനുസരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനായി നമുക്ക് ഒരുങ്ങാം. ഒരുക്കത്തോടെ വന്നിട്ടുള്ള ആളുകൾക്ക് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. സഭയായി നിശ്ചയിച്ചിരിക്കുന്ന കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന അനുതാപഹൃദയത്തോടെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പനായും തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിനിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പരമകാരുണികനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ.